സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം കൊണ്ട് സഭയ്ക്കുണ്ടായ നേട്ടങ്ങൾ ചില്ലറയൊന്നുമല്ല. സുവർണ നേട്ടങ്ങളാണ് ഇന്നത്തെ സഭ നേതൃത്വം ഭരിച്ച് വിശ്വാസികൾക്ക് നേടിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതിൽ ചിലത് ഹൃദയത്തെ തൊടുന്നതാണ്. അൾത്താര അഭിമുഖമെന്നും ജനാഭിമുഖമെന്നും 50-50 മൂന്ന് തരം കുർബാന സിറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നെന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു രൂപത അധികാരികൾ കുറേ വിശ്വാസികളെ, പ്രത്യേകിച്ച് യുവതലമുറയെ പള്ളിയിലേക്ക് അടുപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. പ്രായമായ വിശ്വാസികളെ വീട്ടിലിരുന്ന് ഓൺലൈനിൽ കുർബാന ചൊല്ലുന്നതിന് വഴിയുണ്ടാക്കി കൊടുത്ത ഒരു രൂപത. സിറോ മലബാർ സഭയുടെ ഉള്ളിൽ മുമ്പ് പതഞ്ഞു കത്തിക്കൊണ്ടിരുന്നത് എന്തൊക്കെ കാരണങ്ങളാണെന്ന് അച്ഛന്മാരും ബിഷപ്പുമാരും തമ്മിൽ എത്ര ഐക്യത്തോടെ കഴിഞ്ഞിരുന്നതെന്നും അതൊക്കെ പഴയ കാലമെന്ന് അൽമായർക്ക് മുന്നിൽ പറഞ്ഞു കൊടുത്ത ഇന്നത്തെ അവസ്ഥ. സഭാ നേതൃത്വവും വൈദികരും പരസ്പര ധാരണയോടെ രഹസ്യമായി നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ വൈദികർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. പണ്ടുകാലത്ത് അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ പറയുമായിരുന്നു ബിഷപ്പുമാരും പുരോഹിതരും ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളാണെന്ന്. ഒരു വലിയ വിഭാഗം വിശ്വാസികളുടെ മനസ്സിലുണ്ടായിരുന്ന ആ അബദ്ധധാരണ തിരുത്തി കുറിക്കാൻ ഇപ്പോഴത്തെ ഈ വിഭാഗീയത സഹായകമായി. തെരുവ് ഗുണ്ടയേക്കാൾ അങ്ങേയറ്റം പ്രവൃത്തികളാണ് ചില വൈദികരും മെത്രാന്മാരും കാട്ടിക്കൊടുക്കുന്നതെന്ന് ഈ ഏകീകൃത കുർബാന വിഷയത്തിൽ സമൂഹത്തിന് മനസ്സിലായി. വൈദികരുടെയും മെത്രാന്മാരുടെയും പഠിപ്പിക്കലും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും അതൊക്കെ അബദ്ധധാരണകളായിരുന്നെന്നും വിശ്വാസികൾക്ക് വീണ്ടും ബോധ്യമാക്കി കൊടുത്തു. ഒരു പള്ളി ആരാധന നടത്താതെ എത്ര കാലം അടഞ്ഞു കിടന്നാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്നും ദൈവം അതിൻ്റെ പേരിൽ ആരോടും പരിഭവിക്കില്ലെന്നും ബസലിക്ക പള്ളിയിലൂടെ സഭാ നേതൃത്വം വീണ്ടും വ്യക്തമാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ കുർബാനയെ എങ്ങനെ അവഹേളിക്കാം, ബൈബിളിനെയും ബലിപീഠത്തെയും ഒക്കെ എങ്ങനെ അവഹേളിക്കാമെന്ന് സ്വന്തം സഭയിലുള്ളവർ തന്നെ കാട്ടിക്കൊടുക്കുന്നു. അത് അന്യമതസ്ഥർ അവഹേളിച്ചാൽ മാത്രമേ അത് പ്രതിഷേധിക്കേണ്ടതുള്ളൂ, നടപടി എടുക്കേണ്ടതുള്ളൂ. പക്ഷേ വിശ്വാസികൾ അവഹേളിച്ചാൽ ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് വിമതർ വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തു, രൂപത അധികൃതർ മനസ്സിലാക്കി കൊടുത്തു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത ചില വചനങ്ങളാണ് കുർബാന സമയത്ത് പള്ളിക്കകത്ത് അൾത്താരിലേക്ക് നോക്കി ഈ വിമത വൈദികരും വിമത നേതാക്കളുമൊക്കെ വിളിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ അകത്തു നിന്ന് വിളിക്കാമെന്ന് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇടവകയിൽ അച്ഛന്മാരെടുക്കുന്ന എന്തെങ്കിലും ഒരു തീരുമാനം ഇഷ്ടമില്ലെങ്കിൽ അത് അപ്പോൾ തന്നെ പ്രതിഷേധിക്കാമെന്നും അത് തിരുത്തിയില്ലെങ്കിൽ തെരുവില അച്ഛൻ്റെ കോലം കത്തിക്കാമെന്ന് വരെ കാട്ടിക്കൊടുത്ത വിമതർ, അവർക്ക് ചൂട്ടുപിടിക്കുന്ന വിമത വൈദികരെ നയിക്കുന്ന ഇപ്പോഴത്തെ എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വം, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ സഭാവിശ്വാസികളുടെ ഒരു ദുഃഖമായും കണ്ണീരായും ശാപമായും ഒക്കെ മാറിയിരിക്കുന്നത്.